بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين. ബഹുമാന്യരായ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് വളരെ ദുർബലവും പരിമിതവുമായ ഒരൊഴുക്ക് വന്നാൽ, ഒരു പൊട്ടിത്തെറി വന്നാൽ, ഭൂമിയൊന്ന് ഇളകിയാൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ ദുർബലമായി നശിച്ചു പോകുന്ന നമ്മുടെ ഈ ഹ്രസ്വ ജീവിതം വിശുദ്ധിയോടെ കൈയാളണം എന്ന് ഒന്നാമതായി ഓർമ്മപ്പെടുത്തുകയാണ്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മളുള്ളത്. വയനാട് നടന്ന ദാരുണമായ ദുരന്തം അത് മനസ്സിനെ വല്ലാതെ പോറയേൽപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് മാത്രമല്ല, ഇന്ത്യ ഒന്നടങ്കം എന്നല്ല, ഇന്ത്യക്ക് പുറത്തും ഞെട്ടലുളവാക്കിയ ഒരു ആപത്തായിരുന്നു അത്. കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത മരണം. ഏതാണ്ട് 300-ലധികം ആളുകളുടെ ബോഡിയാണ്, മയ്യത്താണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ 100ഓളം പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. ഇനിയും 200ഓളം പേരെ തിരിച്ചറിയാൻ ബാക്കിയാണ്. ഇനിയും 200ഓളം പേരെ കണ്ടെത്താനുണ്ട്. എവിടെയാണെന്ന് പോലും അറിയില്ല. എന്തായാലും അവർക്ക് ജീവൻ ബാക്കിയുണ്ടാവില്ല. ഭൂമിക്കടിയിൽ എവിടെയോ, ചളിക്കൂമ്പാരത്തിലെവിടെയോ, പലകക്കും ഇഷ്ടികക്കും അടിയിലെവിടെയോ അവരുണ്ടായേക്കാം. ഒരുപാട് കുട്ടികളെ അക്കൂട്ടത്തിൽ കാണാനില്ല. ഏതാണ്ട് 49ഓ 50ഓ കുട്ടികൾ, കൊച്ചു കുട്ടികൾ, വീട്ടിൽ തലോലമേറ്റ് വളർന്ന, കൊതിതീരാതെ ഉമ്മാക്കും ഉപ്പാക്കും സ്നേഹം പകർന്നു നൽകിയ പൊന്നോമന മക്കൾ, അച്ഛൻ്റെയും അമ്മയുടെയും പൊന്നോമന മക്കൾ. ഏതാണ്ട് 50ഓളം കുഞ്ഞുങ്ങളെയാണ് കാണാതായിരിക്കുന്നത്. ചികിത്സയിൽ തന്നെ ഏതാണ്ട് 100ഓളം പേരാണ് ഉള്ളത്. 91 ക്യാമ്പുകളിലായിട്ട് 9300-ലധികം ആളുകൾ അഭയം തേടിയിരിക്കുകയാണ്. ഒരു ഗ്രാമം അല്ല, 2 പ്രദേശങ്ങൾ ഒന്നടങ്കം ഇല്ലാതായിപ്പോയിരിക്കുന്നു. പുഞ്ചിരി മലയിൽ നിന്ന് ഉത്ഭവപ്പെട്ട ആ ഉരുൾപൊട്ടൽ ചൂരൽ മലയിലൂടെ മുണ്ടക്കൈ എന്ന പ്രദേശത്തെ ആകെ എടുത്തു മാറ്റിയിരിക്കുകയാണ്. വളരെ നല്ലൊരു സുന്ദരമായ പ്രദേശമായിരുന്നു അവിടെ. ആളുകളൊക്കെയും സ്നേഹത്തോടെ, സഹവർത്തിത്തോടെ വഹിച്ചിരുന്ന ഒരു പ്രദേശം. കൊച്ചുകുട്ടികളുടെ കളിയും തമാശയും ചിരിയും, സ്കൂളിൻ്റെ, മദ്രസയുടെ, പള്ളിയുടെ, അമ്പലത്തിൻ്റെ ഒക്കെ ആ പശ്ചാത്തലത്തിൽ ജീവിച്ച ആളുകൾ അവരൊക്കെയും ഒന്നടങ്കം ഇല്ലാതായിരിക്കുകയാണ്. ഇനിയൊരു പുനരുജ്ജീവനം ആ പ്രദേശത്ത് അസാധ്യമാണ്. മറ്റെവിടെയെങ്കിലും ഇപ്പറഞ്ഞ രക്ഷപ്പെട്ട ആളുകളെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണവും വസ്ത്രവും വീടുമൊക്കെ ലഭിക്കേണ്ടതുണ്ട്. എത്ര കൊടുത്താലും മതിയാകാത്ത വിധത്തിലാണ് അവരുടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത്. 5 വയസ്സുള്ളൊരു മോൻ അവൻ്റെ മാതാപിതാക്കളെ അന്വേഷിക്കുകയാണ്. കണ്ടെത്താൻ കഴിയില്ല, അവർ മരിച്ചു പോയിരിക്കുന്നു. ഇനി ആ കുഞ്ഞ് അനാഥാലയത്തിൽ വളരണം, അല്ലെങ്കിൽ ആരെങ്കിലും ഏറ്റെടുത്ത് വളർത്തണം. ആ ആപത്ത് വന്ന അർദ്ധരാത്രി, മെനിയാന്ന് അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസത്തെ അർദ്ധരാത്രിയിലെ വളരെ നേർത്ത മണിക്കൂറുകളിലെ ഒരു കൂലം കുത്തി ഒഴുക്ക് മാത്രമാണ് അവിടെയൊക്കെ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. നമ്മുടെ പിടുത്തത്തിലല്ല ഒന്നും. നമ്മൾ കൈയാളുന്ന ഭൂമിയും നമ്മൾ നമ്മുടേതെന്ന് അഹങ്കരിച്ചു കൊണ്ട് നടക്കുന്ന ഈ പ്രദേശങ്ങളുമൊന്നും നമ്മുടെ നിയന്ത്രണത്തിലേ അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന സംഭവവികാസങ്ങളാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചളിക്കൂമ്പാരത്തിൽ പെട്ടുപോയ മയ്യത്തുകൾ, ബോഡികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഇന്നും 3 മൃതദേഹങ്ങൾ കിട്ടിയെന്നാണ് വാർത്തയുള്ളത്. അപ്പോൾ ആ ചളിക്കൂമ്പാരങ്ങളൊക്കെ, മരങ്ങളൊക്കെ ആ വീടുകളിലേക്ക് ശക്തിയോടെ വന്ന് പതിക്കുമ്പോൾ, വീട് നിലം പൊത്തുമ്പോൾ, ആ കുട്ടികളുടെ, ആ മാതാപിതാക്കളുടെ, ആ വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ ബേജാർ എത്രമാത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ. കൺമുമ്പിൽ ചളിയിൽ അകപ്പെട്ട് മുങ്ങിത്താണ് മരിച്ചു പോകുന്ന കുട്ടികൾ, അത് നോക്കി നിസ്സഹായരായിരിക്കുന്ന മാതാപിതാക്കൾ,
ആരെങ്കിലും ഞങ്ങളെ വന്ന് രക്ഷിക്കും എന്ന് കരുതി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, അവരൊക്കെയും പോയി. കാത്തിരിപ്പിനൊടുവിൽ ആരുടെയും സഹായം ലഭിക്കും മുമ്പേ തന്നെ അവരൊക്കെയും പോയി കഴിഞ്ഞിരിക്കുകയാണ്. റബ്ബുൽ ആലമീനായ തമ്പുരാനിലേക്ക് നമ്മൾ ഒന്നുകൂടി എത്രമാത്രം തിരിച്ചു ചെന്നിട്ടുണ്ട് എന്ന ബോധം കൂടി ഉണ്ടാകേണ്ടുന്ന സന്ദർഭമാണിത്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ ഇത്തരം ദുരന്തങ്ങൾക്ക് കാരണം? ഭൂപ്രകൃതിപരമായിട്ട് കുറേ കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്, കാരണങ്ങൾ വിശദീകരിക്കാനുണ്ട്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ 3 സംഭവങ്ങൾ, വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ച 3 സംഭവങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒന്ന്, മനുഷ്യർ തന്നെ ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. അവൻ്റേതായ കരങ്ങൾ കൊണ്ട്, അവൻ്റേതായ സ്വാർത്ഥ താല്പര്യങ്ങളാൽ കല്ലുകൾ ഖനനം ചെയ്ത് അവൻ ആവശ്യമുള്ളതൊക്കെയും ഊറ്റിയെടുത്ത് ആ പ്രകൃതിയുടെ പരിസ്ഥിതി സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മറന്നുകൊണ്ട് അവൻ എല്ലാം ഊറ്റിയെടുത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മളുള്ളത്. നിർബാധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ദുരന്തത്തെക്കുറിച്ച് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നുണ്ട്. മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് നിമിത്തം കരയിലും കടലിലും കുഴപ്പം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. താന്തോന്നികളായി സ്വാർത്ഥമതികളായി ജീവിക്കുന്ന ആളുകളുടെ പ്രവർത്തന ഫലം ഒരു ഭാഗത്ത് ഇത്തരം ആപത്തുകൾക്ക് നിമിത്തമാകുന്നു, മറ്റൊന്ന് പരീക്ഷണമാണ്. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം, പട്ടിണി, ധനനഷ്ടം, ജീവനഷ്ടം, വിഭവനഷ്ടം, ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ, ആപത്തുകൾ എല്ലാം ഒറ്റയടിക്ക് ഒലിച്ചു പോകുന്ന സന്ദർഭങ്ങൾ, ഇതൊക്കെ ഉൾക്കൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അള്ളാഹു പറയാ, നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹുവിന്റെ ഉറച്ച പ്രഖ്യാപനമാണ്. ആ പരീക്ഷണം നമ്മൾ ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം സന്ദർഭങ്ങളിൽ ക്ഷമയവലംബിക്കുന്നവർക്കാണ്, പടച്ചവന് നേരെ ആക്രോശിച്ച് തിരിഞ്ഞല്ലാതെ, പടച്ചവനെ പരിഹസിക്കാതെ ക്ഷമയവലംബിക്കുന്ന അവർക്കാണ് നീ സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, മനുഷ്യരുടെ പ്രവർത്തന ഫലമായിട്ട് ഇത്തരം ദുരന്തങ്ങൾ വന്നു വരാം. മറ്റൊന്ന്, പടച്ചവനിറക്കുന്ന പരീക്ഷണങ്ങളായിട്ട് നമ്മുടെ തഖ്വയെ, നമ്മുടെ വിശ്വാസത്തെ, അള്ളാഹുവിനെ മറന്നുകൊണ്ടുള്ള ആർഭാട ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരാൻ, പടച്ചവനാണ് വലിയവനെന്ന തിരിച്ചറിവ് നേടിക്കൊണ്ട് ആളുകളെ തിരിച്ചു കൊണ്ടുവരാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി പരീക്ഷണങ്ങളായിട്ട് അള്ളാഹു ഈ വിധത്തിൽ ആപത്തുകൾ ഇറക്കും. മൂന്നാമതായി പറഞ്ഞിരിക്കുന്നത് ശിക്ഷയാണ്. വലനുദീഖന്നഹും മിനൽ അദാബിൽ അദ്നാ ദൂനൽ അദാബിൽ അക്ബരി ലഅല്ലഹും യർജിഊൻ. ഏറ്റവും വലിയ ശിക്ഷ കൂടാതെ മരിച്ചു പോകുന്നു, വിചാരണ നടക്കുന്നു, നരകശിക്ഷയിൽ പലരും പെട്ടുപോകുന്നു. വലിയൊരു ശിക്ഷയാണത്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ വരുന്നതിന് മുമ്പായി പാഠം പഠിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു ശിക്ഷകൾ നാം അവരെ ആസ്വദിപ്പിക്കുന്നതാണ്. കൊച്ചു കൊച്ചു ദുരന്തങ്ങൾ നമുക്ക് വരും. ഒരു പയ്യൻ, 14 വയസ്സുള്ളൊരു മോൻ, കഴിഞ്ഞ ആഴ്ചയാണ്, ഫുട്ബോളിന്റെ പ്രതീക്ഷയായിരുന്നു, വലിയ പ്രതീക്ഷയോടെ നാട് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു മോനാണ്. പെട്ടെന്ന് ഒരു പനി പിടിച്ച്, നിപ്പ ബാധിച്ച്, പ്രിയപ്പെട്ടവർക്ക് പോലും മയ്യത്ത് കാണാൻ കഴിയാത്ത വിധത്തിൽ ആ മയ്യത്ത് കബറെടുക്കേണ്ടി വന്നത്. വരും, ഏത് വീട്ടിലും വരും. എൻ്റെ വീട്ടിലും നിങ്ങളുടെ വീട്ടിലും ഇത്തരം അപകടങ്ങൾ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? ഒരു നിപ്പ വന്നാൽ, മറ്റെന്തെങ്കിലും ഒരു അസുഖം വന്നാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്ന് ഉറച്ച വിശ്വാസം നമുക്കുണ്ടോ? നമുക്ക് പരിശ്രമിക്കാം, ചികിത്സിക്കാം എന്നല്ലാതെ പടച്ചവന്റെ ആ തീരുമാനത്തെ, പടച്ചവൻ നൽകുന്ന പരീക്ഷണങ്ങളെ, കൊച്ചു കൊച്ചു ശിക്ഷകളെയൊക്കെ നാം ഓർത്തു വെക്കേണ്ടതുണ്ട്. കൊച്ചു കൊച്ചു ശിക്ഷകൾ വലിയ ശിക്ഷയ്ക്ക് മുമ്പായിട്ട് നിങ്ങളെ ആസ്വദിപ്പിക്കുന്നതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. ഖുൽ സീറൂ ഫിൽ അർളി സുമ്മ അൻദുറൂ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. പ്രവാചകരെ പറയുക, ഖുൽ പറയുക, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, എന്നിട്ട് സത്യനിഷേധികളുടെ മുകദ്ദിബീൻ, കള്ളന്മാരുടെ സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരിക്കുന്നു എന്നൊന്ന് പഠിക്കൂ. ഭൂമിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. മദായിനുസ്സാലിഹ് പോലുള്ള ഒരുപാട് പ്രദേശങ്ങളുണ്ട് ഭൂമിയിൽ. ഇന്നും ജനവാസമില്ലാതെ ഒരു കാലത്ത് വലിയ തോതിൽ ജനങ്ങൾ വസിച്ചിരുന്ന പ്രദേശങ്ങൾ നശിച്ചൊടുങ്ങിപ്പോയി. പടച്ചവന്റെ ശിക്ഷ ഇറങ്ങി പല കാരണങ്ങൾ കൊണ്ടും.
ആ ശിക്ഷ ഇറങ്ങിയ പ്രദേശത്ത് ഇന്നും ജനവാസമില്ല. പോയി പഠിക്കണം അതൊക്കെ എന്നാണ് ഖുർആൻ പറയുന്നത്. എങ്ങനെ നശിപ്പിക്കപ്പെട്ടു എന്നാണ് ഖുർആൻ സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, 3 വിധത്തിൽ ഇത്തരം ആപത്തുകൾ ഭൂമിയിൽ ഇറങ്ങും. ഒന്ന്, നമ്മുടെ തന്നെ കരങ്ങളുടെ പ്രവർത്തന ഫലമായിട്ട് നാം തന്നെ ചെയ്തു വെക്കുന്ന ആപത്തുകൾ. മറ്റൊന്ന്, അള്ളാഹു ഒക്കെയും നൽകുന്ന പരീക്ഷണങ്ങളുടെ ഭാഗമായി. മൂന്നാമത്തേത്, അള്ളാഹു ഇറക്കുന്ന ശിക്ഷയുടെ ഭാഗമായി. വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിക്കുന്നു, അത്തരത്തിലൊരു ശിക്ഷ ഇറങ്ങുമ്പോൾ അവിടെ കുറ്റവാളികൾ മാത്രമല്ല പിടികൂടപ്പെടുക. ഒരു പ്രദേശത്ത് ശിക്ഷ ഇറക്കുമ്പോൾ അവിടെ കുറ്റവാളികൾ മാത്രമല്ല പിടികൂടപ്പെടുക, നല്ല ആൾക്കാരെയും അതിൽ പിടികൂടും എന്നും വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ നടന്നിരിക്കുന്നത്, ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ നടന്നിരിക്കുന്നത് എന്താണ്? നമുക്കറിയില്ല അതിൻ്റെ വിശദാംശങ്ങളൊന്നും. എന്നാൽ പലരും പറയുന്നു, പല അറിയിപ്പുകളും വരുന്നു. ഏതാണ്ട് 38 വർഷം മുമ്പ് പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു, നമ്മളൊക്കെ അതിപ്പോൾ ഓൺലൈനിൽ കാണുന്നുണ്ടാവാം. ചൂരൽമലയെ സംരക്ഷിക്കണം. 40 വർഷം മുമ്പ് മുണ്ടക്കൈ എന്ന പ്രദേശത്ത് ഇതേപോലൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ഒരുപാട് നാശനഷ്ടങ്ങൾ വിതച്ച ഉരുൾപൊട്ടൽ. ആരും പാഠം പഠിക്കുന്നില്ല. ഏതാണ്ട് 2011 മാധവ് ഗാഡ്ഗിൽ എന്ന മനുഷ്യസ്നേഹിയായ മനുഷ്യൻ നൽകിയ ഒരു വിശദീകരണമുണ്ട്. ഇന്ന് പത്രങ്ങളിലൊക്കെ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 18 പ്രദേശങ്ങൾ, അതിൽ വയനാടും മുണ്ടക്കൈയും പൂയംകുട്ടിയും നെല്ലിയാമ്പതിയും സൈലന്റ് വാലിയും പുതുപ്പാടി അടക്കമുള്ള 18ഓളം പ്രദേശങ്ങളെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം അന്ന് അറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പക്ഷേ സംരക്ഷിക്കേണ്ടുന്നവർ തയ്യാറാകാത്ത അവസ്ഥ. ഇപ്പോഴും അവിടെ, ഈ അടുത്ത നാളിലും അവിടെ കല്ലിന്റെയും ഖനനം നടന്നിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്തായിരുന്നാലും മനുഷ്യകരങ്ങളുടെ പ്രവർത്തനത്തിന്റെ പരിണിതിയാവാം ഏതായാലും വയനാട് നടന്നിരിക്കുന്ന സംഭവം എന്ന് നാം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, വീട് വെച്ച് ഒരുപാട് വർഷം അധ്വാനിച്ച് വിദേശത്തും സ്വദേശത്തും ഒക്കെ അധ്വാനിച്ച് നല്ല മൊഞ്ചുള്ള ഇഷ്ടപ്പെട്ട ഒരു വീട് വെച്ച ആളുകളും വീടും ഒക്കെ നശിച്ചുപോയി. ചില വീടുകളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കാണുമ്പോൾ സങ്കടം തോന്നുകയാണ്, കരഞ്ഞു പോവുകയാണ് നമ്മൾ. എത്രമാത്രം അത്യധ്വാനം ചെയ്തിട്ടാണ് അവരൊരു വീട് ഒരുക്കിയിട്ടുണ്ടാവുക. അവന്റെ ഇഷ്ടത്തിനനുസരിച്ച്, തൃപ്തിക്കനുസരിച്ച് വീടൊരുക്കാൻ അവൻ ഒരുപാട് അധ്വാനിക്കേണ്ടതുണ്ട്. അങ്ങനെ അത്യധ്വാനം ചെയ്തുണ്ടാക്കിയ വീടുകൾ പോലും നശിച്ചു പോയിരിക്കുന്നു. കൺമുമ്പിൽ തൊട്ടടുത്ത്, കയ്യെത്തും ദൂരത്ത് പിഞ്ചു കുഞ്ഞ് പിടഞ്ഞു മരിക്കുകയാണ്, ചളിയിൽ പൂണ്ട്. മാതാപിതാക്കൾ തളർന്നു മരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ, നിലവിളിക്കാനല്ലാതെ. ഇത്രമേൽ നിസ്സാരമാണ് ജീവിതം. ഇത്രമാത്രം നിസ്സാരമാണ് ജീവിതം. പ്രിയപ്പെട്ടവരെ, ഒന്നും ചെയ്യാൻ കഴിയാനില്ല. അവസാനം ഇതൊക്കെ വന്ന ശേഷം ആളുകളൊക്കെ ഇറങ്ങുന്നു, സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു. പക്ഷേ നഷ്ടപ്പെട്ടു പോയ പ്രദേശങ്ങൾ, നഷ്ടപ്പെട്ടു പോയ സ്വത്തുക്കൾ, നഷ്ടപ്പെട്ടു പോയ ജീവനുകൾ ഒരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല, ഒരിക്കലും തിരിച്ചു വരില്ല. നമ്മുടെ മുമ്പിൽ ഒരു വലിയ ചോദ്യം ഉയരുന്നുണ്ട്. ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പരിഹാസ വാക്കുണ്ട്, എവിടെ പടച്ചോൻ? ഒരു പിഞ്ചു കുഞ്ഞ് ഈശ്വരൻ രക്ഷിക്കാനില്ലല്ലോ, അല്ലെങ്കിൽ ഈശ്വരൻ എന്തേ രക്ഷിക്കാത്തത് എന്ന് ചോദിച്ചത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് പടച്ചവനെ ചോദ്യം ചെയ്യുന്ന പരിഹാസ വാക്കുകൾ പല ദിക്കുകളിൽ നിന്നും ഉയർന്നു വരികയാണ്. എന്താണ് അവർക്കുള്ള പ്രതിവിധി? ഇത്തരം സന്ദർഭങ്ങളിൽ പടച്ചവനെ ചോദ്യം ചെയ്യുന്നവർക്കുള്ള പ്രതിവിധി എന്താണ്? ഒന്നുമില്ല. ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കും ചെയ്യാൻ കഴിയില്ല. പടച്ചവനിൽ വിശ്വസിക്കുന്നവർക്കും പടച്ചവനെ ചോദ്യം ചെയ്യുന്നവർക്കും ഇവിടെ ഒന്നും ചെയ്യാനില്ല. എന്നാൽ പടച്ചവനിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു ആശ്വാസവചനമുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതുകൊണ്ടും, വിഭവ നഷ്ടം കൊണ്ട്, എന്റെ സ്വത്ത് നഷ്ടം കൊണ്ട്, സന്താന നഷ്ടം കൊണ്ട് ഒക്കെയും പരീക്ഷണങ്ങൾ നിങ്ങളിൽ ഉണ്ടാവുക തന്നെ ചെയ്യുമെന്ന പാഠം, അതാണ് ജീവിതമെന്ന ബോധം നമ്മിൽ അങ്കുരിപ്പിക്കുകയും, ഇത് മാത്രമല്ല ജീവിതം, ഇതിനപ്പുറം ഒരു ജീവിതം കൂടിയുണ്ട്. ഇവിടെ വരുന്ന എല്ലാം സഹിച്ചും ക്ഷമിച്ചും പടച്ചവനിൽ അഭയം പ്രാപിച്ചും കൊണ്ട് പ്രാർത്ഥനാനിരതരമായും കർമ്മനിരതമായും ജീവിക്കാൻ തയ്യാറായാൽ നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗത്തിലേക്ക് നിന്നെ സ്വാഗതം ചെയ്യും എന്നുള്ള പാഠം. ഇവിടെ ദൈവനിഷേധികൾക്ക് അത്തരമൊരു പ്രതീക്ഷയില്ല.
അവർക്ക് കരയാനും ആളുകളെ പരിഹസിക്കാനുമല്ലാതെ മറ്റൊരാശ്വാസവും അവർക്കില്ല. വിശ്വാസികൾക്ക് ഈ ഒരു പാഠം നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ നിസ്സാരത നാം തിരിച്ചറിയണം. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ച വിഷയങ്ങളായതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വിശ്വാസിയുടെ കാര്യം അത്യത്ഭുതകരമാണ്. അത്ഭുതകരമാണ് ഒരു വിശ്വാസിയുടെ കാര്യം. അവനിൽ ഒരു നന്മ വന്നാൽ, അവനിൽ ഒരു മേന്മ വന്നാൽ, അവനൊരു നേട്ടമുണ്ടായാൽ, അവനൊരു വിജയമുണ്ടായാൽ, അവന് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായാൽ അവൻ പടച്ചവൻ സ്തുതിക്കും. അൽഹംദുലില്ലാഹ്, ഇതൊക്കെയും എനിക്ക് നൽകിയത് പടച്ചവനാണ് എന്ന തിരിച്ചറിവ് അവനുണ്ടാവും. എങ്ങാനും അവനൊരു ആപത്ത് വന്നാൽ, അവന്റെ പ്രിയപ്പെട്ടതൊക്കെയും നഷ്ടപ്പെട്ടു പോയാൽ, അവൻ പ്രതീക്ഷിച്ച് കാത്തിരുന്നതൊക്കെയും ഇല്ലാതായി പോയാൽ, അവന്റെ സ്വത്തും വീടും മക്കളുമെല്ലാം നശിച്ച് തകർന്നു പോയാൽ പോലും അവൻ സമാധാനിക്കും. ഇത് പടച്ചവന്റെ ഖലാഅാണ്. നാളെ ഇതിനെനിക്ക് ക്ഷമയവലംബിച്ചാൽ പടച്ചവൻ പ്രതിഫലം തരികയും എന്റെ പ്രിയപ്പെട്ട മക്കളടങ്ങുന്ന പിരിഞ്ഞുപോയവർ അവരെ ഒത്തുകൂടാനുള്ള വേദി നാളെ എനിക്ക് അള്ളാഹു നൽകുകയും ചെയ്യുമെന്ന തിരിച്ചറിവ് വിശ്വാസിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. ആ തിരിച്ചറിവ് ഭൂമിയിൽ ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, ഈ സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഇത്തരം സന്ദർഭങ്ങളിൽ സത്യവിശ്വാസികൾ ചെയ്യേണ്ടുന്ന കുറച്ച് ബാധ്യതകളെ വിശുദ്ധ ഖുർആനും പ്രവാചകനും ഒക്കെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അഹ്സിബന്നാസു അൻ യുത്രകൂ അൻ യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്നത് കൊണ്ട് മാത്രം ഞങ്ങൾ വിശ്വാസികളാണ്, ഞങ്ങൾ പടച്ചവനെ നിന്റെ തൃപ്തി അനുസരിച്ച് ജീവിക്കുന്നവരാണ് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ പരീക്ഷണത്തിന് വിധേയരാവുകയില്ല എന്നാണോ നിങ്ങൾ കരുതുന്നത്? ഖുർആൻ ചോദിക്കുക, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾ സുരക്ഷിതരാണ്, ആണോ? അല്ല. അങ്ങനെ ഖുർആൻ നിങ്ങൾ സുരക്ഷിതരാണ് എന്നല്ല, നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുമെന്ന സൂചനയാണ് ഖുർആൻ നൽകിയിരിക്കുന്നത്. അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ആ ക്ഷമാശീലർ പറയുന്നത് ഞങ്ങൾ അള്ളാഹുവിന്റെ അധീനത്തിലാണ്, അവങ്കിലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ് എന്നായിരിക്കും വിശ്വാസികൾ പറയുക. ഇന്ന ജസൈതുഹുൽ യൗമ ബിമാ സബറു അന്നഹും ഹുമുൽ ഫായിസൂൻ. അവർ ക്ഷമിച്ചതുകൊണ്ട് ഇന്നിതാ ഞാൻ അവർക്ക് പ്രതിഫലം നൽകുന്നു. അന്ന് അള്ളാഹുവിന്റെ പ്രതിഫലം ഏറ്റുവാങ്ങുമ്പോൾ പടച്ചവൻ നമ്മെ അറിയിക്കുന്ന കാര്യമാണ്. അന്ന് അവർ ക്ഷമിച്ചതുകൊണ്ട് ഭൂകമ്പമുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായി, വല്ലാത്ത അപകടങ്ങളുണ്ടായി, പ്രയാസങ്ങളുണ്ടായി, ദുരന്തങ്ങളുണ്ടായി. ക്ഷമിച്ചു അവർ. ഇത് പടച്ചവന്റെ ഖലാഅാണ്. ഇവിടെ ഞാൻ പതറിപ്പോകാൻ പാടില്ല. ഇതുവരെ ഞാൻ വിച്ചു പുലർത്തിയ വിശ്വാസങ്ങളിൽ നിന്ന് എനിക്ക് പോരായ്മ വന്നുകൂടാ എന്ന തിരിച്ചറിവിലൂടെ അവൻ വിശ്വാസത്തെ കൂടുതൽ കരുത്തോടെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പടച്ചവൻ പറയുകയാണ്, അന്ന് നിങ്ങൾ ക്ഷമിച്ചതുകൊണ്ട്, അന്ന് നീ ക്ഷമിച്ചതുകൊണ്ട്, അന്ന് അവർ ക്ഷമിച്ചതുകൊണ്ട് ഇന്നിതാ ഞാൻ അവർക്ക് പ്രതിഫലം നൽകിയിരിക്കുന്നു. അതെന്തെന്നാൽ അവർ തന്നെയാകുന്നു കേട്ടോ ഭാഗ്യവാന്മാർ. ഇന്നത്തെ പ്രയാസങ്ങൾ നാളെ വലിയൊരു സന്തോഷമായി അനുഭവപ്പെടും എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ നിർവഹിക്കേണ്ടുന്ന കാര്യം മനസ്സറിഞ്ഞ് സഹായഹസ്തം നീട്ടുക എന്നുള്ളതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, ഉരത്ത് അലയ്യ അമാലു ഉമ്മത്തി ഹസനതുഹാ വ സയ്യിഹാ ഫവജദതു ഫീ മഹാസിനി അമാലിഹൽ അദാ യുമാതു അനിത് തരീഖ്. എൻ്റെ സമുദായത്തിന്റെ നന്മകളും തിന്മകളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെട്ടു. വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് അവരുടെ പുണ്യകർമ്മങ്ങളുടെ കൂട്ടത്തിലായിട്ട് ഞാൻ കണ്ടു. വഴിയിൽ നിന്ന് തടസ്സം നീക്കുക. നമ്മളിപ്പോൾ പള്ളിയിലേക്ക് വരുമ്പോൾ നമ്മുടെ വഴിയിലൊരു ചെറിയ തടസ്സമുണ്ടായാൽ അത് നീക്കിക്കൊണ്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ ശേഷം വരുന്ന ആൾക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയും. അതുപോലും മഹത്തരമായ പുണ്യമാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. ദുരന്തഭൂമിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തടസ്സങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളായി സന്നദ്ധ ഭടന്മാർ. മതസംഘടനയുടെയും ഇലാഫ് അടക്കമുള്ള മതസംഘടനകളുടെയും മതമില്ലാത്ത ആളുകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സൈന്യത്തിൻ്റെയും ഒക്കെ മഹനീയമായ സേവനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾ ഇவ்விധത്തിൽ തടസ്സങ്ങൾ നീക്കി ദൗത്യ നിർവഹണത്തിൽ ഭാഗവാക്കാവുകയാണെങ്കിൽ അവർ നിർവഹിക്കുന്നത് മഹത്തായ പുണ്യകരമായ കാര്യമാണ് എന്നാണ് ഇവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദൂതൻ ഒരിക്കൽ മദീന പള്ളി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ ഒരു റക്അത്ത് നമസ്കരിച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒരു റക്അത്ത് നമസ്കരിക്കുന്നതിനേക്കാൾ 10,000 ഇരട്ടി പ്രതിഫലമാണുള്ളത്. നമ്മൾ ഇവിടുന്ന് ഒരു വക്ത് നമസ്കരിച്ചാൽ അവിടെ നിർവഹിക്കുന്ന ഒരു വക്ത് നമസ്കാരത്തിന് ഇവിടത്തേതിനേക്കാൾ 10,000 ഇരട്ടി പ്രതിഫലമുണ്ട്. അങ്ങനെയുള്ള മദീനയിൽ ഒരു മാസക്കാലം ഇഅ്തികാഫിരുന്നാൽ, ഇഅ്തികാഫിന്റെ പുണ്യമൊക്കെ നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിന്റെ അവസാന 10 ഇഅ്തികാഫിരുന്നു പള്ളിയിൽ, ഭജനമിരുന്നു പള്ളിയിൽ. അത്ര മഹത്തരമായ ഒരു ധർമ്മമാണത്. അങ്ങനെ ഇഅ്തികാഫിരിക്കുന്ന അതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് വെച്ചാൽ പടച്ചവനിൽ നിന്നും എനിക്ക് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നത് വിഷമിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരു മനുഷ്യന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള പരിശ്രമമാണ്. ഒരു മനുഷ്യന്റെ കാര്യത്തിലാണ് ഇത്ര പ്രതിഫലം, നൂറുകണക്കിന് മനുഷ്യരുടെ കാര്യത്തിലാണെങ്കിൽ അതെത്രമാത്രം ഉണ്ടാകും എന്ന് കൂടി നാം അറിയുക. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുകയാണ്, ലൈസൽ ബിർറ അൻ തുവല്ലു വുജൂഹക്കും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബിർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 177-ാമത്തെ ആയത്ത്. അതിൽ പറയുകയാണ്, പുണ്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാട്ടോ തിരിയുക എന്നുള്ളതല്ല, മറിച്ച് പുണ്യമെന്ന് പറഞ്ഞാൽ എന്നിട്ട് കുറെ കാര്യങ്ങൾ, നമസ്കാരാദി കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ തുടരുകയാണ്, വആതൽ മാല അലാ ഹുബ്ബിഹി. എന്റെ ധനത്തോട്, ഞാൻ അധ്വാനിച്ചുണ്ടാക്കി എന്റെ ധനത്തോട്, എന്റെ പുറപ്പെട്ട സമ്പത്തിനോട് എനിക്കിഷ്ടമാണ്, എനിക്കത് ആവശ്യമാണ്, എനിക്കത് എന്റേതായ ജീവിത സൗകര്യത്തിന് ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട് ഒരുക്കി കൂട്ടിയ പണം, സമ്പത്ത്, അതിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരിക്കെ വആതൽ മാല അലാ ഹുബ്ബിഹി ദവിൽ ഖുർബാ, അത് ബന്ധുക്കൾക്കും, വൽ യതാമ അനാഥകൾക്കും, വൽ മസാകീൻ അഗതികൾക്കും, വബിനിസ് സബീൽ വഴിപോക്കനും, ആർക്കോ, നമുക്ക് പോലും അറിയാത്ത ആർക്കോ പോലും, വസ്സായിലീന വഫിർ റിഖാബ് ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനും നൽകുകയും ചെയ്യുന്നവർ. ഉലൈകല്ലദീന സദഖൂ വഉലൈക ഹുമുൽ മുത്തഖൂൻ, അവരാകുന്നു സത്യം പറയുന്നവരും പുണ്യം നേടുന്നവരും. ആർക്കൊക്കെയാണ്? എനിക്ക് പണം ആവശ്യമുണ്ട്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ മക്കൾക്ക് ഒക്കെയും ആവശ്യമുള്ള ഈ പണം. സൂചിപ്പിച്ചതുപോലെ ഒന്ന് നമ്മൾ ഇരിക്കുന്ന ഭൂമി ഒന്ന് ഇളകിക്കഴിഞ്ഞാൽ നമ്മുടെ സ്വത്തും എല്ലാം തകർന്നടിഞ്ഞു പോകും. അങ്ങനെയുള്ള ഈ പണം സുരക്ഷിതമായി ഇവിടെ ഇരിക്കുകയാണ്, സമ്പത്ത് സുരക്ഷിതമായി ഇരിക്കുകയാണ്. ആ സമ്പത്തിൽ നിന്ന് എനിക്കത് ആവശ്യമുണ്ടായിരിക്കെ ഞാൻ നൽകുകയാണ് എൻ്റെ ബന്ധുമിത്രാദികൾക്ക്. മതിയായില്ല, അവസാനിപ്പിച്ചില്ല. ദരിദ്രർക്ക് നൽകണം, അനാഥകൾക്ക് നൽകണം, അതുപോലെ വഴിപോക്കന് നൽകണം, പ്രയാസപ്പെടുന്നവന് നൽകണം, ചോദിച്ചു വരുന്നവർക്കും അടിമമോചനത്തിനുമൊക്കെ നൽകും. അവരാണ് പുണ്യവാന്മാർ. പുണ്യം നേടാനുള്ള പരിശ്രമത്തിലാണ് നമ്മൾ. അവരാണ് പുണ്യവാന്മാർ. ഇപ്പൊ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നൽകാൻ നമുക്ക് അവിടെ പോയി സന്നദ്ധ സേവന പ്രവർത്തന രംഗത്ത് എല്ലാവർക്കും ശ്രമിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതിന് നിബന്ധനകളുണ്ട്, അതിന് അസൗകര്യങ്ങളുണ്ട്. എല്ലാവരും അവിടെ പോയതുകൊണ്ട് കാര്യമില്ല. പിന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന്, നമുക്കാവശ്യമായതിൽ നിന്ന് നിറയെ നൽകാൻ കഴിയുക എന്നുള്ളതാണ്. എത്രത്തോളം നൽകാൻ കഴിയുമോ അത്രത്തോളം നൽകാൻ കഴിയുക. ഇത് സ്വർഗം നേടിയെടുക്കാൻ പടച്ചവൻ നമുക്ക് നൽകിയ ഒരു അനുഗ്രഹ സന്ദർഭം കൂടിയാണ് എന്ന് മനസ്സിലാക്കുക. അൻസാരികളും മുഹാജിറുകളും തമ്മിലുള്ള സംഭവങ്ങൾ നമുക്കറിയാമാണ്. മക്കയിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ച്, വീടും നാടും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് മുഹാജിറുകളെ ഹിജറ പോയ സ്വഹാബികൾ മദീനയിലെത്തി അവരെ സ്വീകരിച്ചു. അൻസാറുകൾ അവരാരും തമ്മിൽ കുടുംബ ബന്ധമുള്ളവരായിരുന്നില്ല. ആ മുഹാജിറുകളെ സ്വീകരിച്ചിട്ട് അഭയാർത്ഥികളായി വന്ന ആളുകളെ സ്വീകരിച്ച് അൻസാറുകൾ ചെയ്തെന്താണെന്നറിയോ? അവരുടെ സ്വന്തം ഭൂമിയിൽ നിന്ന് പകുതി വന്നവർക്ക് നൽകി,
അവരുടെ സ്വന്തം കച്ചവടത്തിൽ നിന്ന് പകുതി വന്നവർക്ക് നൽകി. ഒരേ ഒരു വീടേ ഉണ്ടായിരിക്കെങ്കിൽ ആ വീട്ടിൽ നിന്ന് പാതി വന്നവർക്ക് നൽകി. എല്ലാം പാതി വീതം പങ്കുവെച്ചുകൊണ്ട് ലോകത്ത് തന്നെ തുല്യതയില്ലാത്ത മാതൃക കാണിച്ചു. സഹോദര ബന്ധത്തിന്റെ, മാനുഷിക ബന്ധത്തിന്റെ വലിയൊരു ഉദാഹരണമായിട്ട് ചരിത്രം എന്നും ഓർമ്മിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണത്. എന്തിനെ അൻസാരികൾ ഇങ്ങനെ ചെയ്തത്? ഈ നഷ്ടപ്പെടുന്നതൊന്നും നഷ്ടമല്ല എന്ന തിരിച്ചറിവോടെ അള്ളാഹുവിൽ നിന്ന് ഇതിന് ഇരട്ടിയായി എനിക്ക് തിരിച്ചു ലഭിക്കും എന്ന തിരിച്ചറിവോടെയുള്ള ദാനമായിരുന്നു അത്. അത്തരത്തിലുള്ള സുഹൃതങ്ങളിലേക്കാണ് പ്രിയപ്പെട്ടവരെ ഈ സന്ദർഭത്തിൽ നമുക്ക് പോകേണ്ടത്. ഇത്തരത്തിലുള്ള ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ സഹായഹസ്തം ഇനിയും ഒരുപാട് അവിടെ എത്തേണ്ടതുണ്ട്, നീളേണ്ടതുണ്ട്. എത്ര നൽകിയാലും മതിയാവൂല. അവിടെ നിന്നും ഇവിടെ നിന്നുമൊക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ പലരും വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും അതുകൊണ്ട് മതിയാവുന്ന ഒരു വിഷയമല്ല വയനാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. നമ്മളാലാവുന്ന വിധത്തിലും നമ്മൾ സഹായ സഹകരണങ്ങൾ നൽകേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് തന്നെ നമ്മുടെ നേതൃത്വത്തിൽ കിരൂർ ശാഖ KNMൻ്റെയും ഈ പള്ളിയുടെയും നേതൃത്വത്തിൽ നമ്മൾ കളക്ഷൻ ആരംഭിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിറഞ്ഞ മനസ്സുള്ള ആളുകളിൽ നിന്ന് നിർലോഭമായ സഹായ സഹകരണങ്ങൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ നമ്മൾ സ്വരൂപിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷേ ഇനിയും അത്ര തന്നെ തുക കൂടി ശേഖരിക്കണമെന്നുള്ള ഒരു ആത്മാർത്ഥമായ ആഗ്രഹമാണ് ഇവിടുത്തെ സംഘാടകർക്കും പ്രവർത്തകർക്കും എല്ലാം ഉള്ളത്. അതിനെല്ലാവരും മെയ് മറന്ന് നൽകണം അതിലേക്ക് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നന്ന ചുരുങ്ങിയത് ഒരു 50,000 രൂപയെങ്കിലും ഇന്ന് ഇവിടെ നിന്ന് ലഭിച്ചാൽ 2 ലക്ഷം രൂപ ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ അവിടെ എത്തിക്കാനുള്ള KNMൻ്റെ ഫണ്ടിലേക്ക് നമുക്ക് നൽകാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും എന്തുണ്ടോ അതൊക്കെ നൽകുകയും ഇനി ആരെങ്കിലും കാശ് കൊണ്ടുവരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞ് ഏൽപ്പിച്ച് തിരിച്ചുപോയി എത്തിക്കുകയോ വൈകുന്നേരത്തിനുള്ളിലോ രാത്രിയോ ഇവിടെ എത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ് ഇത് എന്ന് നാം തിരിച്ചറിയണം. തോളോട് ചേർന്ന് ദുരന്തമുഖത്ത് ജീവാർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന, സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാവരെയും അതേപോലെ അവർക്ക് ലഭിക്കുന്ന പുണ്യങ്ങൾ പോലെ ഒരു വേള അതിനേക്കാളേറെ പുണ്യങ്ങളായി നമുക്ക് ലഭിക്കും ഇത്തരം സാമ്പത്തിക സഹായങ്ങളിലൂടെ. അതിനുവേണ്ടിയുടെ പരിശ്രമം നടത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.